ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരിക്കുന്നത് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഐബിൾ ഹൗസിംഗ് ഫിനാൻസിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് ലെവലും തന്നിരുന്നു. പക്ഷേ ഇന്ന് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് നമുക്ക് ഒരുപാട് ഫേക്ക് സിഗ്നൽസ് ആണ് തന്നിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ട്രേഡ് മാത്രം നോക്കിയിരുന്നുള്ളൂ. ഈ ഫസ്റ്റ് തന്നെ നമുക്കൊരു റിജക്ഷൻ വന്നു. അതിനുശേഷം നമുക്കൊരു ക്യാൻഡിൽ നമ്മുടെ ട്രെൻഡ് ലൈന് താഴെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു സെല്ലായിരുന്നു. നമ്മൾ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ സപ്പോർട്ട് ലെവൽ വരെ വന്നില്ല. ജസ്റ്റ് ഒരു 0.5% വന്നിട്ട് തിരിച്ച് കയറാണ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടിരുന്നു, അത് ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് വന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഓവറാൾ മാർക്കറ്റിൽ നിന്ന് അപ്പ് ട്രെൻഡ് ആയിരുന്നു ഐബിൾ ഹൗസിംഗ് ഫിനാൻസ്. പക്ഷേ നമ്മുടെ ട്രെൻഡ് ലൈൻ റെസ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇത് ഫ്ലോപ്പ് ആയിരുന്നു നമ്മുടെ ഈ ലെവൽസ്. ഇന്ന് ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് കഴിഞ്ഞ ദിവസത്തെ ഹൈ ആണ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിപ്പോയിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതായിരുന്നു വന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയാനുള്ളത്. കാരണം ഈ ഒരു ഹൈക്ക്, ഈ ഒരു സപ്പോർട്ടിന് താഴെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ സെല്ല് വരത്തുള്ളായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു റെഫർ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ചു കയറാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റ് താഴെ വന്നിരുന്നേനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐബിൾ ഹൗസിംഗ് ഫിനാൻസ് ഇന്ന് വർക്ക് ചെയ്തിരുന്നില്ല. നമ്മൾ ആദ്യത്തെ 2 എൻട്രി സ്റ്റോപ്പ് ആയപ്പോൾ പിന്നെ എക്സിറ്റ് ചെയ്തു, പിന്നെ ട്രേഡ് ചെയ്തിരുന്നില്ല. പക്ഷേ മാർക്കറ്റിന് ശേഷം നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്ത ദിവസം ട്രേഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് മാർക്കറ്റ് ക്ലോസിംഗ് ടൈമിൽ നല്ല വോളിയം കയറി വരുന്ന സ്റ്റോക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്യണത്. ആ സ്റ്റോക്സുകൾ അടുത്ത ദിവസങ്ങളിൽ ഒരു മൂവ്മെൻറ്റ് കാണാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റോക്ക് സെലക്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് കിട്ടിയിരിക്കുന്ന HDFC ബാങ്ക് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം HDFC ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ട്രെൻഡ് ലൈനാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ HDFC ലൈഫിൽ നമുക്കിവിടെ ഈ ഒരു ക്ലോസിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയും ഈ ഒരു ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത് നല്ലൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് അതിന് വേണ്ടി ഈ ഒരു ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രെൻഡ് ലൈൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് മാർക്ക് ചെയ്യേണ്ടത് സപ്പോർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 14-ാം തീയതിയിലത്തെ ലോയും അതുപോലെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാം, സപ്പോർട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ദിവസം ഈ ഒരു സ്റ്റോക്സിൽ HDFC ബാങ്കിൽ വരാൻ ചാൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഇത് സപ്പോർട്ടും ആണ്. അപ്പോൾ ഈ ഒരു ചിലപ്പോൾ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്ന കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് നല്ല ബുള്ളിഷാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽസ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതായത് 16.77 അതുപോലെ 16.80 ഈ ഒരു ലെവലിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് 16.80 ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ് ട്രെൻഡിൽ പോകാനും ചാൻസ് ഉണ്ട്. ഇനി മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരാനും ചാൻസ് ഉണ്ട്. ഇനി അതെല്ലാം മാർക്കറ്റ് നല്ല ബെയറിഷ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു സപ്പോർട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചാൻസസ് ആണ് HDFC ബാങ്കിൽ അടുത്ത ദിവസം കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ റൂട്ട് ഇതുപോലെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ഈ 2 ക്യാൻഡിലിൻ്റെ ഹൈ കണക്ട് ചെയ്ത് ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്കൊരു നല്ല രീതിയിലുള്ള സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എപ്പോഴാണ് 5 മിനിറ്റ് ക്യാൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ അല്ലെങ്കിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.